എൻ്റെ ഈശോയെ, ഇത്ര പ്രായമായി കഷ്ടപ്പാടുകൊണ്ടാ ജോലിക്ക് വരുന്നത്. ഈ കുട്ടി നന്നാവൂല. എന്നാ ഓൻ്റെ ചങ്ങായിമാരൊക്കെ അതിലേറെ കഷ്ട. ഇതൊക്കെ ഞാൻ ആരോടാ പറയുക? കുടിച്ചാലും മൂത്രം ഒഴിച്ചാലും വൃത്തിയാക്കാൻ ഈ പ്രായം ചെന്നാൽ ഞാൻ തന്നെ വേണം. കഷ്ടം. എത്ര കുടിച്ചാലും മതി വരാത്തൊരു ജാതികള്. ഇനി ഇങ്ങോട്ട് വരട്ടെ. അമ്മച്ചി വന്നിട്ടുണ്ട്. നീ സാധനം വേറെ അരയിലേക്ക് മാറ്റി. എന്താ കാര്യം? ഇന്നലെ മെഞ്ഞാന്നൊക്കെ ആയിട്ട് ഇവിടെ മൊത്തം അലങ്കോലായി പോയതല്ലേ. ഒന്നും ഉണ്ടണ്ട, നമ്മളെ പരിപാടി മൊത്തം പാളും. അല്ല, സീൻ ഡാർക്കാകുമോ? എൻ്റെ അമ്മച്ചി. അമ്മച്ചെപ്പത്തി? ഞാൻ രാവിലെ എത്തിയതാ മോനെ. മൻസൂറ കേറി വാടാ. ഇന്നും കാണാം മദ്യത്തിന്റെ കളിയാട്ടം. ഞാൻ വന്നിട്ട് 10-50 വർഷം കഴിഞ്ഞു മോനെ. മോനെ, അച്ഛനാ അമ്മയെ കാണിക്കേണ്ട ദിവസം അടുത്തു. അച്ഛാ, എനിക്കറിയാലോ. 17 അമ്മയെ കാണിക്കേണ്ടത്. അതെ മോനെ, അച്ഛൻ കേട്ടെ. ശരി അച്ഛാ. എന്താ? എന്തു പറ്റി? അമ്മയുടെ ഡയാലിസിന്റെ കാര്യം അറിയാലോ, അത് പറഞ്ഞതാ. അതിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അതിനൊക്കെയല്ലേ ഞങ്ങള്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ചെറു നോക്കിയാലോ. ആകെ ഞങ്ങളൊരു 500 വാങ്ങി, നിങ്ങളാരും വരില്ലാന്ന് കരുതി. ഇനിയിപ്പോ എന്താ ചെയ്യാ? സമയത്രയായി. ഒരു കാര്യം ചെയ്യാം, സാമിയെ വിളിക്കാം. ആരാ പോവാ? അതെ, ഇങ്ങോട്ട് നമ്മളെ സത്യം വരുന്നുണ്ട്. അവന് നമുക്ക് കട്ടക്കിട്ടിട്ട് പൈസ കൊടുത്താൽ മതി, പിന്നെ 2 പെഗും കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ സത്യനെ വിളിക്കാം. എന്നാ പിന്നെ എല്ലാവരും നടന്നോടി. ഞാനാ പ്രവിയ. അച്ഛാ, ഞങ്ങൾ വെള്ളത്തിനും ഗ്ലാസ്സിനും പറയുന്നേ. 2 ഗ്ലാസും കുറച്ച് വെള്ളം എടുക്കാൻ പറ്റുമോ? എന്തൊരു കഷ്ട. ഗ്ലാസ് വെള്ളം ഇവനൊക്കെ ഞാൻ. അല്ല, വല്ലതും നടക്കുവോ? എല്ലാം ശരിയാവും. ഇപ്പൊ വരൂ. അല്ല, ഗ്ലാസും വെള്ളമൊന്നും വന്നില്ല. പറഞ്ഞിട്ട് അമ്മച്ചി. എമ്മച്ചോ? എമ്മച്ചല്ലടാ, അമ്മച്ചീനെ വിളിച്ചതാ. അമ്മച്ചി. അല്ല അമ്മച്ചി, ടച്ചപ്പ് എന്തെങ്കിലും കിട്ടുവോ? ഒഴിയടാ. ഇതൊന്ന് പൊട്ടിക്ക്. ഒഴിയടി.
Cheers. കുറച്ചുണ്ടോ? കൺമണി നിൻ ജന്മദിനം വന്നണഞ്ഞ സുദിനം നിൻ കയ്യുകളിൽ എണ്ണയായി ഞാൻ കൊണ്ടുവന്നുവല്ലോ കൈനീട്ടന്റെ പൊന്നേ. കൺമണി നിൻ ജന്മദിനം വന്നണഞ്ഞ സുദിനം കയ്യുകളിൽ എണ്ണയായി ഞാൻ കൊണ്ടുവന്നുവല്ലോ കൈനീട്ടന്റെ പൊന്നേ. ഓ എന്റെ സത്യ സമ്മതിക്കണം മോനെ. കൺമണി നിൻ ജന്മദിനം വന്നണഞ്ഞ സുദിനം നിൻ കയ്യുകളിൽ എണ്ണയായി കൈനീട്ടന്റെ പൊന്നേ. അമ്മച്ചിനോട് പോയി കിടന്നുറങ്ങാൻ പോയതാ. കൺമണി അവിടെ നിന്നാ ഉറങ്ങുന്ന പാവം. അമ്മച്ചേ കൺമണി നിൻ ജന്മദിനം വന്നണഞ്ഞ പോയി കിടന്നോ? സുദിനം നിൻ കയ്യുകളിൽ എണ്ണയായി ഞാൻ കൊണ്ടുവന്നു. മാതാവേ കാത്തു കൊള്ളണേ. അച്ഛന്റെ പാട്ട് പൊളിച്ച് എടാ വെള്ളം എടുക്കാൻ പറ. വെള്ളം എടുക്കാൻ പറ. ലാസ്റ്റ് പെഗാണ് ഇതടിക്കണം. എന്നിട്ട് കേൾക്കണം. പാടേ പാടേ. കള്ളില് വെള്ളം ചാലിച്ച് കള്ളില് വെള്ളം അല്ലാണ്ട് പിന്നെന്താ? കള്ളില് വെള്ളം ചാലിച്ച് ഞാനും വറ്റിച്ച് സാമ്യത്രയും എന്റെ മാതാവേ, എന്റെ ഒരവസ്ഥ. അമ്മച്ചി ഇതെന്നും പറയണോ? കുപ്പി വെച്ച വെള്ളം ഗ്ലാസ് റെഡി ആയിക്കൂടെ? സൂപ്പറാ. അമ്മച്ചി ലേശം ടച്ചപ്പ് എന്തെങ്കിലും? നീ അതും കൊണ്ടാ ഞാൻ ഒഴിക്കട്ടത് എല്ലാവർക്കും കൂടെ. വാ ചിക്കൻ കറിയാ. കലക്കല്ലോ. ഇതാണ് അമ്മച്ചി. ആരാ വണ്ടി മതി? വൈഫാ? ഹലോ, ഇക്ക എവിടെയാ? ഞാൻ സ്റ്റുഡിയോയിലാണ്. ചെറിയൊരു ചൊറണ്ട്. എന്തു പറ്റി? ഞാൻ മെൻഷൻ ഹൗസിന്റെ ഡിസൈനിങ്ങിലാണ്. ഇത് ഇപ്പൊ തീർക്കാനുള്ളതാ. അപ്പൊ നേരം വൈകൂല്ലേ? ഇല്ലല്ല, ഇതിപ്പോ കഴിയാറായി. ഓഞ്ച മോളെ,
ബിജോയ് എത്തിയിട്ടുണ്ടല്ലോ. ഓരോ വർഗം കൂടി തീർത്തിട്ട് എപ്പം വരാൻ പറ്റുള്ളൂ. ഇത് തീർത്തിട്ടേ ഞാൻ വരുള്ളൂ കേട്ടോ. എന്നാ ശരി ഇക്ക. വല്ലാത്തൊരു ഭയം തന്നെ. അത് കല്യാണം കഴിച്ചു നോക്കണം, അപ്പം മനസ്സിലാവും. Cheers. ഹലോ, അച്ഛനാണ് മോനെ. അച്ഛൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഫോൺ സൈലന്റിലായിരുന്നു. നാളെയാണ് അമ്മയെ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടത്. അത് പറയാനാ വിളിച്ചത്. എനിക്കറിയാം. എന്തായാലും കാശ് അവിടെ എത്തിക്കാം. ശരി. ഹലോ ഹലോ, ആ പറയടേ. അച്ഛാ, എനിക്കിന്നൊരു 10,000 രൂപ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. നാളെ അമ്മയെ കാണിക്കേണ്ടതാ. ശ്ശോ, ഒരു അരമണിക്കൂർ മുന്നേ വിളിക്കണ്ടായിരുന്നല്ലോ. ഇന്നലെ പറയാൻ മറന്നുപോയത്. ഞാനിപ്പോ മാർക്കറ്റില് സുൽഫിക്ക് കൊടുത്തു വരുന്ന വഴിയാ. നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യ്, ഷിബുവിനെ അർജന്റ് ആയിട്ടൊന്ന് വിളിക്ക്. ശരി. ഹലോ, പ്രവിയാടാ. ആടാ. എനിക്ക് അർജന്റായി ഒരു 10,000 രൂപ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ? സോറിടാ, ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. എന്തായാലും ഞാൻ നിന്നെ വിളിക്കാം. ഓക്കേടാ. ശരി. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? അമ്മച്ചി ഡോറടച്ചു. ചിലപ്പോൾ ഞാൻ കുറച്ച് വൈകും. ഇന്നെന്താ വാലാത്തന്മാരൊന്നും ഇല്ലേ? മോനെ, ഭക്ഷണം കഴിക്കണ്ടേ? നിങ്ങൾ കഴിച്ചോ? ഇല്ല. എന്നാ നിങ്ങൾ കഴിക്കി, ഞാൻ പിന്നെ കഴിച്ചോളാം. പ്രവിയ, ഇപ്പം എന്താ ചെയ്യാ? നീ ആ ഫോൺ എടുത്ത് കാര്യം പറയ്. നമ്മൾ എവിടെയാന്ന് പറയണ്ട. ഹലോ, ഞാൻ പ്രവിയാടാ. എന്താടാ ഞാൻ പറഞ്ഞ കാര്യം? ഞാൻ മാക്സിമം നോക്കി, ശരിയായില്ലടാ. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. ശരിയായാലും എന്തായാലും ഞാൻ വിളിക്കാം. ഓക്കേടാ. പ്രവിയ, എന്നെ രാവിലെ അവൻ വിളിച്ചിരുന്നു. അവൻ മദ്യപിക്കുന്നതിന് മുൻപ് എല്ലാം നല്ല ഓർമ്മയായിരിക്കും അവൻ. മദ്യപിച്ച് കഴിഞ്ഞാ ഒന്നും അത് ശരിയാ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ എങ്ങനെയാണോ പൈസ കൊടുക്കുക? അത് ശരിയാ.
അതിനൊക്കെയല്ലേ ഞങ്ങള്. Cheers. മോനെ അമ്മച്ചിക്കിപ്പോ എല്ലാം മനസ്സിലായി. മോനെ, പണവും പത്രാസും ഉണ്ടെങ്കിൽ കുറേ സുഹൃത്തുക്കളുണ്ടാവും. അതിൻ്റെ കൂടെ മദ്യം കൂടി ഉണ്ടെങ്കിൽ അതിലും ഗംഭീരാവും. പക്ഷെ കയ്യിലൊരു ഉറുപ്പില്ലെങ്കിൽ കറിയിലെ കറിവേപ്പില പോലെ തള്ളും. എത്ര വലിയ സുഹൃത്തുക്കളായാലും. അമ്മച്ചിക്ക് ഇത്രേ ചെയ്യാൻ കഴിയൂ. മോൻ നാളെ തന്നെ ആശുപത്രിയിൽ പോയി അമ്മയുടെ കാര്യം നോക്കണം. അമ്മച്ചി പറഞ്ഞതാ ശരി. എന്റെ സുഹൃത്തുക്കൾ എന്നെയല്ല സ്നേഹിച്ചത്, എന്റെ പണത്തെയും മദ്യത്തെയും മാത്രമായിരുന്നു. ഞാൻ വെറും ഒരു മണ്ടൻ.